ഈജിപ്തിലെ പിരമിഡ്, അതിനെപ്പറ്റി അറിയാൻ നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രത്യേക ആകാംക്ഷ തന്നെയാണല്ലേ. സത്യത്തിൽ ഈ പിരമിഡുകൾ നമ്മൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയതാണോ, അതോ ഏലിയൻസ് അവരെ പറ്റി പഠിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചതോ? നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിലല്ലാതെ മറ്റൊരു ഗ്രഹത്തിൽ ഈ പിരമിഡുകളെ കണ്ടെത്തിയിരിക്കുകയാണ്. അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി കുറച്ച് സയന്റിസ്റ്റുമാര് അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് അവരറിഞ്ഞത് ഞെട്ടിക്കുന്ന സത്യങ്ങളായിരുന്നു. എന്തായിരുന്നു അവ? ഇനി അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ? അപ്പൊ പോകാമല്ലേ കഥകളുടെ ആ വിശാലമായ ലോകത്തേക്ക്. സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഒരു ഭൂമിയിലുള്ള കുറച്ച് ട്രൈബ്സിനെയാണ്. ഇപ്പോ അവര് താമസിക്കുന്ന ആ ഒരു ഭാഗത്താണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ പ്രകാശവും. ഇങ്ങനെ കാണുമ്പോൾ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പേടിച്ചു പോകാറില്ലേ ചെയ്യാറ്. എന്നാൽ ഇതിനെയൊന്നും പേടിയില്ലാതെ വളരെയധികം കൗതുകത്തോടു കൂടി ഒരു യുവാവ് ഈ ഒരു വെളിച്ചത്തിനടുത്തേക്ക് ചെല്ലുകയാണ്. ഉറപ്പായും അതൊരു ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പ് ആയിരിക്കണം. അവര് പിന്നീട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി കൗതുകത്തോടു കൂടി അങ്ങോട്ടേക്ക് വന്ന ആ ഒരു യുവാവുണ്ടല്ലോ, അവനെ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുവാണ്. പിന്നീട് അവിടെ എന്ത് നടന്നുവെന്ന് കാണിക്കുന്നില്ല. വർഷം അങ്ങനെ ഒരുപാട് കടന്നു പോവാണ്. ഇപ്പോ 1928 ആയിട്ടുണ്ട്. ഈജിപ്തിന്റെ ഒരു ഭാഗത്ത് കുറച്ച് ഗവേഷകരും അവരുടെ സഹായികളും ചേർന്ന് മണ്ണിൽ നിന്നും എന്തൊന്ന് തോണ്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അവസാനം ഇവർക്കാണെങ്കിൽ വലിയ മൂല്യമൊന്നും തോന്നാത്ത ഒരു പ്രത്യേകതരം റിങ് പോലത്തെ എന്തൊരു വസ്തു കിട്ടുവാണ്. കല്ലുകൊണ്ടാണോ ഇരുമ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വസ്തു കൊണ്ടാണോ അത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ അടിയിലായിട്ട് ചെന്നായുടെ തല പോലത്തെ കുറേയധികം രൂപകൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രൊഫസറുണ്ട്. ആ പ്രൊഫസറിനാണെങ്കിൽ ഒരു മകളും ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് ബെല്ല. അവൾക്ക് അവിടെ വെച്ച് തന്നെ ഒരു ലോക്കറ്റുള്ള മാല ലഭിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നീട് ഈ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ വെക്കുകയാണ്. അങ്ങനെ വീണ്ടും ഒരുപാട് വർഷങ്ങൾ കടന്നു പോവാണ്. അങ്ങനെ ഇപ്പോ 1994 ആയിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ട ആ ബെല്ല എന്ന് പറഞ്ഞ പെൺകുട്ടി ഇപ്പോ വയസ്സായ ഒരു മുത്തശ്ശിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ബെല്ല വന്നുകൊണ്ടിരിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അവിടെയാണെങ്കിൽ വലിയ വലിയ ആളുകളൊക്കെ വന്നിരിപ്പുണ്ട്. അവർക്കാണെങ്കിൽ ഇപ്പോൾ യുവാവായിട്ടുള്ള ജാറ്റ്സ് എന്ന പേരുള്ള ഒരു പയ്യനാണെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിലോ ഈ പുരാതന ഈജിപ്തിലെ പിരമിഡുകള്, അതിലെ സംസ്കാരങ്ങള്, അതിലെ ലാംഗ്വേജ്, ഇതിലെല്ലാം ഭയങ്കര ക്രൈസാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജാക്സൺ ഉണ്ടല്ലോ, അവൻ പറയാണ് ഈ പിരമിഡുകളൊക്കെ നിർമ്മിച്ചത് അതൊരിക്കലും മനുഷ്യനിർമ്മിതിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. അന്ന് എന്തായാലും മനുഷ്യനാണെങ്കിൽ ഇത് നിർമ്മിക്കാനുള്ള ടെക്നോളജി ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഇതെങ്ങനെ ഉണ്ടായി? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ഏലിയൻസ്. അവര് തന്നെയാണ് അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഇത് കേട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർമാരും വലിയ വലിയ ആൾക്കാരെല്ലാം പറയാണ് ഈ ചെറുക്കനെ പ്രാന്താണ്. ഇതും പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവനെ ആ യൂണിവേഴ്സിറ്റി തന്നെ ഒഴിവാക്കുവാണ്. അങ്ങനെ പോകാൻ നേരത്തെ വന്ന ബെല്ലുണ്ടല്ലോ, അവരാണെങ്കിൽ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോ അവരുടെ രണ്ട് സഹായികൾ വന്നിട്ട് ജാക്സന്റെ അടുത്ത് പറയാണ് ഞങ്ങളുടെ മാഡം ആ കാറിലുണ്ട്, നിങ്ങൾ ദയവായി ഞങ്ങളുടെ മാഡമായിട്ട് ഒന്ന് സംസാരിക്കണം. ഇപ്പൊ ജാക്സൺ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ കാറിന്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ബെല്ലയാണെങ്കിൽ അവനോട് ചോദിക്കുകയാണ് എന്റെ കൂടെ വർക്ക് ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളെല്ലാം ലോകം അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എന്താണ് തന്റെ ജോലിയെന്ന് ജാക്സൺ ചോദിക്കുമ്പോൾ അവര് പറയാണ് ഈ പഴയകാല ഈജിപ്ഷ്യൻ ഭാഷ ഉണ്ടല്ലോ അത് നീ ഒന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കി തരണം. ഇത് കേട്ടപ്പോ ജാക്സന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. അവൻ എന്തായാലും കൂടെ കാണുമെന്ന് പറയാണ്. അവന് പോകേണ്ട ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും അഡ്രസ്സും എല്ലാം അവരിപ്പോ കൊടുക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഒരു പട്ടാളക്കാരന്റെ വീട്ടിലാണ്. അങ്ങോട്ടേക്ക് ഇപ്പോ വേറെ രണ്ട് പട്ടാളക്കാർ വരുവാണ്. അവരിപ്പോ അകത്തേക്ക് കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ? ഉണ്ട്, അദ്ദേഹം റൂമിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് സംസാരിച്ചോ, എന്തായാലും ഞാൻ അങ്ങോട്ടേക്കില്ല. ഇപ്പോ ഇവര് തേടി വന്ന ആ ഒരു പട്ടാളക്കാരനെ കാണിക്കുകയാണ്. അയാളുടെ പേരാണ് ജാക്ക്. അയാളെന്തോ ഒരു വിഷമത്തിലിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന പട്ടാളക്കാര് പറയാണ് നിങ്ങളെ വീണ്ടും തിരികെ വിളിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സേവനം ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവര് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ജാക്കിന്റെ ഭാഗത്തു നിന്നും വലിയ മറുപടി ഒന്നുമില്ല. അവനാണെങ്കിൽ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ തിരികെ പോകുന്ന ആ രണ്ട് പട്ടാളക്കാരും പരസ്പരം ചോദിക്കാണ് എന്താണ് ഈ ജാക്കിന് പറ്റിയത്. അതായത് ആയുധങ്ങൾ ഭദ്രമായിട്ട് വെക്കുന്ന സമയത്ത് ജാക്കിന്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് പാളി. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സ്വന്തം മകൻ ഗണ്ണുമായിട്ട് കളിക്കുന്ന സമയത്ത് അതിൽ നിന്നും വെടിയേറ്റ് അവൻ മരിച്ചു പോയിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് ജാക്കിനെ വല്ലാതെ അലട്ടുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജാക്സനെയാണ്. അവനിപ്പോ ബെല്ല കൊടുത്ത ആ ഒരു അഡ്രസ്സിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. എന്നാൽ അത് സാധാരണ വീടൊന്നും ആയിരുന്നില്ല. പട്ടാളക്കാരുടെ വളരെയധികം രഹസ്യമായിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെ എത്തിയ സമയത്ത് ജാക്സനാണെങ്കിൽ അവൻ ചെയ്യേണ്ട ആ ഒരു വർക്ക് കൊടുക്കുകയാണ്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവർക്ക് കിട്ടിയ ഒരു ഫലകമായിരുന്നു അത്. അതിൽ കൊത്തിവെച്ചിരിക്കുന്ന ചിഹ്നങ്ങളും അടയാളങ്ങളും അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജാക്സനെ ഇവര് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ജാക്സൺ ആണെങ്കിൽ തലങ്ങും വിലങ്ങും അത് വായിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം ഈ
ഒരു ലിപി എന്ന് പറയുന്നത് അത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽപ്പെട്ടതല്ലായിരുന്നു. അതിനേക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തിന്റെ ആയിരുന്നു ഈ ഒരു ഭാഷ. ഇതെവിടെ നിന്നാ നിങ്ങൾക്ക് ലഭിച്ചതെന്ന് ജാക്സൺ ചോദിക്കുമ്പോൾ ബെല്ല അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഞങ്ങൾക്കിത് ലഭിച്ചത് വർഷങ്ങൾക്ക് മുന്നേ 1928 ഗിസ പിരമിഡിന്റെ അടുത്തു നിന്നുമായിരുന്നു. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഗവേഷകൻ പറയാണ്, അവിടെ നിന്ന് ലഭിച്ച മറ്റൊരു ഫലകത്തിലെ കുറച്ച് കാര്യങ്ങൾ അത് ഞങ്ങൾ ഡീകോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണാവോ നിങ്ങൾ ഇത്രയും പാടുപെട്ടുകൊണ്ട് ഡീകോഡ് ചെയ്തെടുത്തത്, അതിനൊന്ന് കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് ജാക്സൺ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡിലേക്ക് പോയി നോക്കുവാണ്. അങ്ങനെ നോക്കിയപ്പോൾ കണ്ടത് പഴയ ഏതൊക്കെയോ കുറെ ചിഹ്നങ്ങൾ. ഇപ്പൊ ജാക്സൺ ആണെങ്കിൽ അത് നന്നായിട്ട് തന്നെ വായിക്കുകയാണ്. അതിന്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥം അത് ഇങ്ങനെയായിരുന്നു: ഈജിപ്തുകാരുടെ പഴയൊരു ദൈവമുണ്ടല്ലോ അമൻറോയ്, ആ ഒരു ദൈവത്തിനെയും പിന്നെന്തോ സ്റ്റാർ ഗേറ്റിനെയും അതിന് രണ്ടിനെയും കൂടെ ആ ഒരു ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണാവോ എന്തോ. ഇതേ സമയത്താണ് കമാൻഡർ ആയിട്ടുള്ള ജാക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. നേരത്തെ 2 പട്ടാളക്കാര് പോയി വിളിച്ചില്ലായിരുന്നു, അദ്ദേഹം തന്നെ. ഇപ്പൊ ജാക്ക് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഇനി ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവനും കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അത് ഞാനാണ്. ഇനി ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും ഇങ്ങോട്ടേക്ക് ആരെങ്കിലും കൊണ്ടുവരണമെങ്കിലും എന്റെ പെർമിഷൻ ചോദിക്കണമെന്ന് അവൻ പറയാണ്. ഇത് കേട്ട സമയത്ത് ബെല്ല വരെ ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇതേ സമയം ജാക്സൺ ആണെങ്കിൽ അവൻ ആ ഫലകത്തിലെ ഭാഷ അതങ്ങനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തുകാരുടെ ഭാഷ അതവന് ഈസിയായിട്ട് വായിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഇതൊന്നുമല്ല, മറ്റെന്തോ ആണ്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, എന്നിട്ടും അവനെ കൊണ്ട് അത് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ജാക്സൺ ആണെങ്കിൽ കാപ്പി കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പത്രം എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ കാണുവാണ്. അപ്പോഴാണ് അവൻ അതിലുണ്ടായിരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നക്ഷത്രങ്ങളൊക്കെയുള്ള ഒരു പസില് പോലത്തെ സിമ്പൽ. ഇത് കണ്ടപ്പോ ജാക്സൺ ആണെങ്കിൽ അവന്റെ തലയിൽ എന്തോ ഒന്ന് കത്തുവാണ്. വേഗം തന്നെ അവനാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിയിട്ട് നേരെ ലാബിലേക്ക് പോവാണ്. എന്നിട്ട് പത്രത്തിലെ ചിഹ്നം ഫലകത്തിൽ കണ്ടപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. അതായത് ഈ ചിഹ്നങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്നത് ഓരോരോ നക്ഷത്രങ്ങളെയാണ്. അതുപോലെ തന്നെ അതിൽ ചില കാര്യങ്ങൾ പറയാനും ശ്രമിക്കുന്നുണ്ട്. ജാക്സൺ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവസാനം അത് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥരെയും അവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് അവർക്കെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു ഫലകത്തിലാണെങ്കിൽ 6 രാശികളെ 6 സിമ്പിൾസിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പിന്നെ 7ാമതായിട്ട് ഒരു സിമ്പിൾ കൂടിയുണ്ട്. അതും കൂടെ കൂടിച്ചേരുന്ന സമയത്ത് അവിടെ വലിയൊരു സ്റ്റാർ ഗേറ്റ് ഓപ്പൺ ആവും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട സമയത്ത് ആ പട്ടാളക്കാരും ആർമിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും പരസ്പരം ചോദിക്കുകയാണ്, നമ്മൾ കണ്ടുപിടിച്ച ആ ഉപകരണത്തിലാണെങ്കിൽ 6 ചിഹ്നമല്ലേ ഉള്ളൂ, 7ാമതായിട്ട് ഒരു ചിഹ്നമില്ലല്ലോ. ഇപ്പൊ ജാക്സൺ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനെ പറ്റി സംസാരിക്കുന്നത്, കണ്ടുപിടിച്ചെന്നോ? എന്ത് കണ്ടുപിടിച്ചു? ഇപ്പോഴാണ് ജാക്സന് അവരാ കാര്യം കാണിച്ചു കൊടുക്കുന്നത്. പണ്ട് 1928 ഇവരൊരു റിങ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അത് വലിയൊരു സ്റ്റാർ ഗേറ്റ് ആണ്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വഴി. എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ജാക്സൺ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് അത്ഭുതപ്പെട്ടു പോവാണ്. ഇവര് പറഞ്ഞ പോലെ തന്നെ അതിലാണെങ്കിൽ 6 ചിഹ്നങ്ങളുണ്ട്. 6 ചിഹ്നങ്ങളും ഓരോ രാശിയും സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ 7ാമതായിട്ട് ഒരു ചിഹ്നം കൂടെ ഉണ്ട്. അത് എന്താന്ന് ഇവർക്ക് അറിയത്തുമില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഇവർക്ക് അറിയത്തുമില്ല. ഉള്ള കാര്യം പറയാലോ, ആർമിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരു വക അറിയത്തില്ല. അതുപോലെ തന്നെ ഇത്രയും നാളും അതിനെപ്പറ്റി പഠിച്ച സയന്റിസ്റ്റുമാർക്കാണെങ്കിൽ ഒരു വക അറിയത്തില്ലെന്നേ. എന്തെങ്കിലുമൊക്കെ ഒരു പിടുത്തുണ്ടെങ്കിൽ മാത്രമല്ലേ അതിനെപ്പറ്റി അറിയാൻ കഴിയൂ. എന്നാൽ ജാക്സൺ ആണെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി നല്ല അറിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുദ്ധിയും. അവന്റെ കഴിവുകൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ അത് ഡീകോഡ് ചെയ്ത് എടുക്കാനും കഴിഞ്ഞു. ഇപ്പൊ അവനാണെങ്കിൽ ആ 7ാമത്തെ സിമ്പിൾ കണ്ടുപിടിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റിംഗ് ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് ഇവർക്ക് യാതൊരു പിടുത്തവും ഇല്ല. അതായത് ഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ഒരു മെറ്റീരിയൽ അല്ല ഇത്. എന്തായാലും ജാക്സൺ പറഞ്ഞ പോലെ തന്നെ അവൻ കണ്ടുപിടിച്ച 7ാമത്തെ സിമ്പിൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അതൊരു മെഷീൻ പോലെ പ്രവർത്തിക്കുകയാണ് കേട്ടോ. അതായത് ഒരു ഗേറ്റ് പോലെ. അതിൽ നിന്നും പ്രകാശവും വരുന്നുണ്ട്. അപ്പോ എന്താണെന്നറിയണമല്ലോ ഇതിന്റെ മറുഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഒരു ക്യാമറ, പിന്നെ സിഗ്നൽ അയക്കാൻ പറ്റിയ കുറച്ച് ഡിവൈസുകൾ, ഇതെല്ലാം കൂടെ അതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ എങ്ങോട്ടേക്ക് പോയതെന്ന് പോലും ഇവർക്ക് യാതൊരു പിടുത്തവും ഇല്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ അതിലേക്ക് വരുന്ന സിഗ്നൽ നോക്കുമ്പോൾ ഈ ഒരു മെഷീൻ ആണെങ്കിൽ അത് മറ്റേതോ ഒരു ഗാലക്സിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതും കോടാനുകോടി ദൂരമുള്ള ഒരു ഗാലക്സിയിലേക്ക്. അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്, ഇത് ശരിക്കും ഒരു സ്റ്റാർ ഗേറ്റ് തന്നെയാണ്. അതായത് ഇവിടെ നിന്നും മറ്റൊരു ഗാലക്സിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വഴി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സിഗ്നൽ ആണെങ്കിൽ അവിടെ ഇല്ലാതായി പോവാണ്. പകരം കുറച്ച് ഫോട്ടോസും ഡാറ്റാസും ഇവർക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേകതരം ഗ്രഹം. ആ ഒരു ഗ്രഹത്തിലാണെങ്കിൽ ഭൂമിയെ പോലെ തന്നെ ജീവിക്കാനുള്ള
ശ്വസിക്കാനുള്ള വായുവും വെള്ളവും എല്ലാ സാഹചര്യങ്ങളും അതുപോലെ തന്നെയുണ്ട്. പിന്നീട് ഇവർക്ക് കിട്ടിയ ആ ഒരു വീഡിയോ ഫൂട്ടേജ് നോക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളതുപോലത്തെ ഒരു സ്റ്റാർ ഗേറ്റ് ആ ഒരു ഗാലക്സിയിലെ ആ ഒരു ഗ്രഹത്തിലും കാണുന്നുണ്ട്. പക്ഷേ അതിൽ കാണുന്ന സിംബൽസ് അത് ഇവരുടെ അടുത്തുള്ള ഗേറ്റിൽ കാണുന്ന സിംബൽസ് പോലെയല്ല, പകരം മറ്റേതോ ഒന്നാണ്. അതായത് ഇനി എങ്ങാനും ഇതിലൂടെ കടന്ന് അപ്പുറത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ തിരികെ വരുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം അതിൽ 6 ചിഹ്നമേ ഉള്ളൂ. 7ാമതായിട്ട് ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ അവർക്ക് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവിടെ എന്താണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അഥവാ പോയി കഴിഞ്ഞാൽ ഉറപ്പായും പോകുന്നവർ അവിടെ പെട്ടുപോകും. അപ്പം നമ്മുടെ ജാക്സൺ പറയാണ്, അതിനല്ലേ സാറേ ഞാൻ കൂടെ ഉള്ളത്, ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ വരാം. അത് ആക്റ്റീവ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയവരെ അതുപോലെ തന്നെ തിരികെ കൊണ്ടുവരാം. അപ്പൊ അവന്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മുടെ കമാൻഡറായിട്ടുള്ള ജാക്കിനെ ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഓഫീസർ മറ്റൊരു ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവർ അന്ന് ആ ഒരു റിങ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ അടിഭാഗത്ത് വെച്ച് ചെന്നൈയുടെ തലയുള്ള അമൻറോയ് ദൈവത്തിന്റെ ശില്പങ്ങൾ കിട്ടിയില്ലേ, അത് നോക്കിയിട്ട് ഈ വലിയ ഉദ്യോഗസ്ഥനാണെങ്കിൽ ജാക്കിനോട് പറയാണ്, നമുക്കറിയത്തില്ല അവിടെ എന്താ ഉള്ളതെന്ന്, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അഥവാ അവിടെ എത്തുന്ന സമയത്ത് അപകടകരമായിട്ടുള്ള എന്തെങ്കിലും വസ്തുവിനെ നീ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലോ. ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ദൗത്യത്തിലേക്ക് നിന്നെ ഞാൻ ആഡ് ചെയ്തത്. ഇപ്പോ ജാക്ക് പറയാണ്, സാർ അതിനെപ്പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. ചില കാര്യങ്ങൾ മറ്റാരും അറിയാതെ ഈ കമാൻഡറായിട്ടുള്ള ജാക്ക് ആണെങ്കിൽ ചെയ്യാൻ പോവാണ്. ഇതേ സമയത്ത് തന്നെ ഇവർക്ക് പോകേണ്ട കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ പോകാൻ നേരത്ത് ജാക്സന്റെ കയ്യിലേക്ക് ബെല്ലയുണ്ടല്ലോ ഒരു സാധനം കൊടുക്കുകയാണ്. അന്ന് ഈ സ്റ്റാർ ഗേറ്റ് കണ്ടുപിടിച്ച സമയത്ത് ഒരു മാല കിട്ടിയിരുന്നല്ലോ, ഒരു ലോക്കറ്റുള്ള മാല. ആ ഒരു മാല ഇപ്പോ ജാക്സന് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ ഇത് കയ്യിൽ വെച്ചോ, എപ്പോഴെങ്കിലും നിനക്കിത് ഉപകാരപ്പെടും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ ഒരു സ്റ്റാർ ഗേറ്റിനുള്ളിലേക്ക് പതിയെ പതിയെ കടക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മറ്റേതൊരു ലോകത്ത് നിമിഷ നേരം കൊണ്ട് ചെന്നെത്തുന്നത് പോലെ ചുറ്റും ഒരു പ്രകാശം പോലെ ഇവർക്ക് ഫീൽ ആവുകയാണ്. പെട്ടെന്ന് ആ ഒരു പ്രകാശമെല്ലാം മാറി അവിടെ മുഴുവനും ഇരുട്ടാവുകയാണ്. ആ ഇരുട്ടിലേക്ക് ഇവരെല്ലാവരും ചെന്ന് വീഴുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ അടുത്തു തന്നെ ഒരു സ്റ്റാർ ഗേറ്റും ഉണ്ട്. പക്ഷേ അതൊരിക്കലും വർക്കിംഗ് കണ്ടീഷനിലായിരുന്നില്ല. മറ്റൊരു സ്റ്റാർ ഗേറ്റിലൂടെ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയും, പക്ഷേ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകാൻ കഴിയത്തില്ല. അങ്ങനെ പോകണമെങ്കിൽ 7ാമത്തെ ആ ഒരു സിമ്പൽ അതിവര് ഇവിടെ നിന്നും കണ്ടുപിടിക്കണം. എന്തായാലും അവര് പിന്നീട് ഇരുണ്ട ആ റൂമിൽ നിന്നും വെളിച്ചം കണ്ട ഒരു ഭാഗത്തുകൂടി പുറത്തേക്ക് വരുവാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്. അതായത് ഇതൊരു മരുഭൂമിയാണ്. മാത്രമല്ല ഇവര് വന്നിറങ്ങിയ ആ ഒരു സ്ഥലമാണെങ്കിൽ ഒരു പിരമിഡും. പിന്നീട് ഇവര് ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് സാധാരണ ഭൂമിയിലാണെങ്കിൽ ഒരു ചന്ദ്രനല്ലേ കാണാൻ കഴിയാറ്, പക്ഷെ ഇവിടെയാണെങ്കിൽ ഇവർക്ക് 3 ചന്ദ്രനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. അതായത് അവരിപ്പോ നിൽക്കുന്നത് ഭൂമിയിലല്ല, മറ്റൊരു ഗാലക്സിയിലെ മറ്റൊരു ഗ്രഹത്തിലാണ്. പിന്നീട് നമ്മുടെ ജാക്കും ബാക്കിയുള്ള പട്ടാളക്കാരും ചേർന്ന് അവിടെയായിട്ട് ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ ജാക്കാണെങ്കിൽ ആരും അറിയാതെ മറ്റൊരു കാര്യം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരുടെയും കണ്ണിൽപ്പെടാതെ. എന്തായാലും ആ ഒരു ഗേറ്റിലൂടെ ഇപ്പുറത്തേക്ക് എത്തി ഇനി തിരികെ പോകാം എന്നൊരു പ്ലാനിൽ എല്ലാവരും അവിടെ നിൽക്കുവാണ്. മാത്രമല്ല അതിലെ 6 ചിഹ്നങ്ങൾ കണ്ടുപിടിച്ച് 7ാമത്തെ ചിഹ്നം കണ്ടുപിടിച്ചെന്ന് പട്ടാളക്കാര് ജാക്സനോട് ചോദിച്ച സമയത്ത് അവൻ പറയാണ്, അല്ല ഭൂമിയിൽ നിന്നും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവിടെ ചെറിയൊരു ഫലകമുണ്ടായിരുന്നു, അതിൽ നോക്കി എനിക്ക് വായിച്ചെടുക്കാൻ പറ്റി 7ാമത്തെ ചിഹ്നം എന്താണെന്ന്. പക്ഷെ അതുപോലെയൊന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ ബാക്കിയുള്ള പട്ടാളക്കാർക്കെല്ലാം ദേഷ്യം വരുവാണ്. എന്താ നിനക്കിതൊന്നും അറിയത്തില്ലെന്നോ, നീ തിരികെ കൊണ്ടുപോകും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ വഴക്കാവുന്ന സമയത്ത് ജാക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, നിങ്ങളെല്ലാവരും ഒന്നടങ്ങ്, അവന് സമയം കൊടുക്ക്, അവൻ എന്തായാലും ഉറപ്പായും കണ്ടുപിടിക്കും. പിന്നീട് ജാക്ക് ആണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിവൈസ് സെറ്റ് ചെയ്യുവാണ്. ഇതേ സമയം ജാക്സനെ നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ യാതൊരു പേടിയുമില്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കാണുന്ന സമയത്ത് ബാക്കിയുള്ള പട്ടാളക്കാർക്കാണെങ്കിൽ നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവര് നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ആ ഒരു ചിഹ്നം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലല്ലെന്ന് തോന്നുവാണ് ഇവർക്ക്. ഇപ്പൊ ദേഷ്യം വന്നിട്ട് അവരാണെങ്കിൽ ജാക്സന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ പെട്ടികളെല്ലാം വലിച്ചെറിയാണ് കേട്ടോ. ഇപ്പൊ ജാക്സൺ അത് എടുക്കാൻ വേണ്ടിട്ട് അത് വീണ ആ ഒരു ഭാഗത്തേക്ക് ചെന്ന സമയത്ത് മണലിലായിട്ട് എന്തൊക്കെയോ പാടുകൾ കാണുവാണ്. അതിനെ പിന്തുടർന്നുകൊണ്ട് അവൻ ചെല്ലുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ജീവിയെ അവൻ കാണുവാണ്. അതിനെ കണ്ട സമയത്ത് അത്ര അപകടകാരിയായിട്ട് അവന് തോന്നിയില്ല. അവൻ പതിയെ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് എടുത്ത് അതിന് കൊടുക്കുകയാണ്. ഇപ്പോ ജാക്സനെ തിരക്കി അങ്ങോട്ടേക്ക് വന്ന ജാക്കും ബാക്കിയുള്ള പട്ടാളക്കാരും അവനോട് പറയാണ്, അത് ഏതുതരം ജീവിയാണെന്ന് നമുക്കറിയത്തില്ല, വേഗം തന്നെ അതിനടുത്ത് നിന്ന് നീ മാറി നിൽക്ക്. ഇപ്പൊ ജാക്സൺ പതിയെ പിന്നിലേക്ക് മാറുന്ന സമയത്ത് ഇപ്പൊ വന്ന പട്ടാളക്കാരെ കണ്ട് ആ ഒരു ജീവി ആണെങ്കിൽ അവിടെ നിന്നും പേടിച്ചോടുവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ആ ജീവിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു വള്ളിയാണെങ്കിൽ ജാക്സന്റെ കാലെ കുരുങ്ങാണ്. ഇപ്പോ അവനെ വലിച്ചുകൊണ്ട് ആ ഒരു ജീവി അവിടെ നിന്നും പോവാണ്.
ഇപ്പോ വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള പട്ടാളക്കാരാണെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു ജീവിയുടെ പിന്നാലെ ചെല്ലുകയാണ്. അങ്ങനെ പിന്നാലെ ചെന്ന സമയത്ത് ഇവരെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കാണുകയാണ്. ഒരു വലിയ കൂടാരം, അതിനു ചുറ്റും താമസിക്കുന്ന കുറെ അധികം മനുഷ്യര്. അവരാണെങ്കിൽ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ജാക്കും അവന്റെ പട്ടാളക്കാരും ആയുധങ്ങളൊക്കെ ആയിട്ട് നേരെ കണ്ടാൽ ഒരു ട്രൈബ്സിനൊക്കെ പോലെ തോന്നുന്ന, അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഈ മരുഭൂമിയിലൊക്കെ താമസിക്കുന്ന അങ്ങനത്തെ ഒരു കൂട്ടം മനുഷ്യര്. എന്തായാലും ഇവരുടെ ആ ഒരു ഭാഷ അത് നിനക്ക് അറിയാമല്ലോ. ഇതും പറഞ്ഞിട്ട് ജാക്സനെ തന്നെ അവര് മുന്നോട്ടേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങോട്ടേക്ക് പോയാൽ ഉറപ്പായും ചെറിയൊരു യുദ്ധം ഉണ്ടാവുമെന്ന് ഇവര് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് ജാക്സനെ കണ്ടപാടെ ഇവരാണെങ്കിൽ മുട്ടുകുത്തി നിന്ന് അവനെ വണങ്ങുവാണ്. കാരണം അവന്റെ കഴുത്തിലുള്ള ആ ഒരു മാലയും അതിലെ ലോക്കറ്റുമായിരുന്നു. ഇതൊക്കെ കണ്ട് ബാക്കിയുള്ള പട്ടാളക്കാരാണെങ്കിൽ അമ്പരന്ന് നിൽക്കുവാണ്. മാത്രമല്ല ഇവരിവിടെ കഷ്ടപ്പെട്ട് കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന അതെന്താന്ന് നോക്കുന്ന സമയത്ത് അതൊരു മെറ്റലാണ്. അത് ഏതുതരം മെറ്റലാണെന്ന് ഇവർ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഭൂമിയിൽ അവർ സ്റ്റാർ ഗേറ്റ് നിർമ്മിച്ചില്ലേ, അതേ മെറ്റലാണ് ഇത്. മാത്രമല്ല ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിനാണെങ്കിൽ ഒരു നേതാവുണ്ട്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ചെന്നിട്ട് അയാളെ വിളിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ പെരുമാറുവാണ്. കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ജാക്സൺ ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റിന്റെ ബാർ എടുത്ത് ഈ ഒരു നേതാവിന് കൊടുക്കുകയാണ്. അയാളാണെങ്കിൽ അത് ആസ്വദിച്ച് കഴിക്കുന്നുമുണ്ട്. ഇതിനുശേഷം അവരാണെങ്കിൽ ആംഗ്യ ഭാഷയിൽ ഇവരോട് പറയാണ്, വാ ഞങ്ങളുടെ കോട്ടയിലേക്ക് പോകാം. ഇപ്പൊ ജാക്കും അവന്റെ കൂടെ വന്ന പട്ടാളക്കാരും കൂടെ ഇവരിറങ്ങി വന്ന ആ ഒരു പിരമിഡ് ഉണ്ടല്ലോ, അവിടെയാണ് ബാക്കിയുള്ള പട്ടാളക്കാരുള്ളത്. അവർക്ക് മെസ്സേജ് അയക്കുകയാണ്, നിങ്ങൾ സേഫ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കും, ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന്. പിന്നീട് ഇവരുടെ നേതാവും അയാളുടെ ആളുകളും ജാക്കും ജാക്സനും ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ ചേർന്ന് ആ ഒരു മരുഭൂമിയിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ് നടന്നുകൊണ്ട്. അങ്ങനെ അവസാനം ഇവരാണെങ്കിൽ വലിയൊരു കോട്ടയുടെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെയാണ് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ താമസിക്കുന്നത്. മാത്രമല്ല ഇവർ നേരത്തെ കണ്ടത് അതൊരു ഖനിയാണ്, ആ ഒരു മെറ്റൽ കുഴിച്ചെടുക്കുന്ന സ്ഥലം. അതായത് ഇവരെവിടെ ജോലി ചെയ്യാണ് ആ ഒരു മെറ്റൽ കുഴിച്ചെടുക്കാൻ വേണ്ടി. എന്തായാലും ഇവരെല്ലാവരും ആ കോട്ടയുടെ ഉള്ളിലേക്ക് കയറി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 2-3 പേര് വന്നിട്ട് ആ വാതിലങ്ങ് ലോക്ക് ചെയ്യാണ്. ഇത് കണ്ടപ്പോൾ ജാക്കിന് തോന്നി ഇവരെന്തോ ആക്രമിക്കാൻ പോവുകയാണ്. വേഗം തന്നെ അവൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പയ്യനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. സംശയം തോന്നി ജാക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് മതിലിന്റെ മുകളിൽ കയറി നോക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വലിയൊരു പൊടിക്കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ശക്തമായിട്ട് തന്നെ ഈ വാതിൽ ഇവർ അടച്ചത്. പിന്നീട് ഇവരെല്ലാവരും ചേർന്ന് സേഫായിട്ട് തന്നെ ആ വാതില് മൂടിക്കെട്ടി വെക്കുകയാണ്. അങ്ങനെ രാത്രിയായി. ഇപ്പോൾ ആ ഒരു പൊടിക്കാറ്റ് ഒന്ന് ഒതുങ്ങിയ സമയത്ത് ഇങ്ങോട്ടേക്ക് അതിഥിയായിട്ട് വന്ന് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ നേതാവും അവരുടെ ആളുകളും ചേർന്ന് വലിയൊരു സദ്യ തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ആ മരുഭൂമിയിലുണ്ടായിരുന്ന ഏതൊരു ജീവിയെ തല്ലിക്കൊന്ന് അതിനെ ഗ്രില്ല് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ആദ്യമൊക്കെ ഇവർക്ക് ചെറിയ അറപ്പ് തോന്നെങ്കിലും പിന്നീട് ഇവരെല്ലാവരും അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജാക്സൺ ഉണ്ടല്ലോ, കുറച്ച് സ്ത്രീകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവാണ്. അവന്റെ കഴുത്തിൽ ആ ഒരു മാലയുണ്ട്, അതുകൊണ്ട് തന്നെ അവന് പ്രത്യേക പരിഗണന ലഭിക്കുകയാണ്. അതായത് ഇവരുടെ നാട്ടിൽ വലിയൊരു ചിഹ്നമുണ്ട്, അതുപോലത്തെ ഒരു ചിഹ്നമാണ് നമ്മുടെ ജാക്സന്റെ കഴുത്ത കിടക്കുന്ന ആ ഒരു മാലയിലെ ലോക്കറ്റിലുള്ളത്. അതുകൊണ്ടാണ് അവന് ഈ പ്രത്യേക പരിഗണന ലഭിക്കുന്നത്. മാത്രമല്ല അവനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഒരു റൂമിലേക്ക് ആക്കുവാണ്. ഇതിനുശേഷം നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. അവളിപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ട് വസ്ത്രങ്ങളെല്ലാം ഊരാൻ നിൽക്കുന്ന സമയത്ത് ജാക്സൺ ആണെങ്കിൽ അതിനെ തടയാണ്. ഇതൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് ജാക്സൺ ആണെങ്കിൽ അവളെ പുറത്താക്കാൻ നിൽക്കുന്ന സമയത്ത് തൊട്ട് വെളിയിലായിട്ട് ആ ഒരു നേതാവ് വന്ന് നിൽക്കുവാണ്. എന്ത് പറ്റി, ഈ പെൺകുട്ടിയെ ഇഷ്ടമായില്ലയോ, അങ്ങനെ എന്തൊക്കെയോ ഇദ്ദേഹം ചോദിക്കുകയാണ്. ഇയാൾ ഇവിടെ നിപ്പുണ്ടായിരുന്നോ, എന്നാ അകത്തേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടിയും കൂട്ടി ജാക്സൺ ആണെങ്കിൽ കൂടാരത്തിനുള്ളിലേക്ക് പോവാണ്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേര് ജാക്സൺ എന്നാണ് എന്റെ പേര്. അപ്പൊ കാര്യം മനസ്സിലായ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ പേര് പറയാണ്, എന്റെ പേര് റെന്നി. ഇപ്പൊ റെന്നിക്ക് ജാക്സൺ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു സ്ഥലവും പിരമിഡും ചിഹ്നങ്ങളെല്ലാം വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം റെന്നി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് ഒരു ചിഹ്നം വരയ്ക്കാൻ കേട്ടോ, ഭൂമിയിൽ ഇവര് കണ്ട അതേ ചിഹ്നം. ഇത് കണ്ട സമയത്ത് ജാക്സൺ ആണെങ്കിൽ റെന്നിയോട് ചോദിക്കുകയാണ്, അല്ല എവിടെ നിന്നാണ് നീ ഒരു ചിഹ്നം കണ്ടത്? ഇത് കണ്ട ആ ഒരു സ്ഥലത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ജാക്സൺ ചോദിച്ച സമയത്ത് റെന്നി അവനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഇവരിങ്ങോട്ടേക്ക് വന്നിറങ്ങിയ ആ ഒരു പിരമിഡ് ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരെയാണ്. ഈ ഒരു പട്ടാളക്കാര് അവരുടെയൊക്കെ നേതാവായിട്ടുള്ള ജാക്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇപ്പോ ആ പട്ടാളക്കാരുണ്ടല്ലോ അവിടെ ഇവിടെയായിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുവാണ്. അതായത് ഇവര് നിൽക്കുന്ന ഈ ഒരു പിരമിഡ് ഉണ്ടല്ലോ അതിന്റെ മുകളിലായിട്ട് മറ്റൊരു പിരമിഡ് വന്ന് നിൽക്കുവാണ്. എന്നിട്ട് ഈ 2 പിരമിഡുകളും കൂടെ ഒരു മിഷൻ പോലെ പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം അതിന്റെ അകത്തു നിന്നും ചെന്നായുടെ തലയുള്ള, അതായത് അനൂബിസ് ദേവന്റെ കോലത്തിലുള്ള എന്തോ ഒന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെല്ലാവരും അടിച്ച് ബോധം കെടുത്തിയ ശേഷം അവിടെ നിന്നും എടുത്തോണ്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ജാക്സനെയാണ്. അതായത് റെന്നി അവള് കണ്ട ആ ഒരു ചിഹ്നത്തിനടുത്തേക്ക് ജാക്സനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതായത് ഇവര് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത്
സ്ഥലത്തിന്റെ അടിയിലായിട്ട് ഗുഹ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് ഇറങ്ങി ജാക്സനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അവിടെ തന്നെ ഒരുപാട് ഭിത്തികളുണ്ട്. ആ ഭിത്തിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ജാക്സൺ ആണെങ്കിൽ അതിലെ ഓരോ കാര്യങ്ങളും വളരെയധികം അത്ഭുതത്തോടു കൂടി വായിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ തട്ടിക്കൊണ്ടുപോയ ആ പട്ടാളക്കാരെ കാണിക്കുകയാണ്. അതായത് ഇവര് നിന്നിരുന്ന ആ ഒരു പിരമിഡിന്റെ മുകളിൽ വന്നത് ഒരു ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പാണ്. അതിന്റെ ഉള്ളിലേക്കാണ് ഈ പട്ടാളക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് ആ ട്രൈബ്സിന്റെ സ്ഥലത്താണ്. അവിടെ ഇപ്പോ ജാക്ക് ആണെങ്കിൽ ജാക്സൺ എവിടെയൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ അവനെ കാണുന്നില്ല. അപ്പൊ അവന്റെ ഒരു കോട്ട് എടുത്ത് കാണിച്ചിട്ട് ഈ കോട്ടിന്റെ ആൾ എവിടെയെന്ന് ആംഗ്യ ഭാഷയിൽ അവരോട് ചോദിക്കുന്ന സമയത്ത് ഈ ആൾക്കാരുണ്ടല്ലോ അവന്റെ കോട്ട് എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവിയെ കൊണ്ട് മണപ്പിക്കുകയാണ്. ഇപ്പൊ ആ ഒരു ജീവിയാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ജാക്ക് ആണെങ്കിൽ അതിന്റെ പിന്നാലെയും പോവാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിൽ വെച്ചിട്ട് ജാക്ക് ആണെങ്കിൽ ജാക്സനെ കാണുവാണ്. ഇപ്പൊ ജാക്സനോട് ജാക്ക് ചോദിക്കാണ്, അല്ല നീ ഇവിടെ എന്തെടുക്കുക? ഇപ്പൊ ഭയങ്കര അത്ഭുതത്തോടു കൂടി ജാക്സൺ ആണെങ്കിൽ ജാക്കിനെ വിളിക്കാണ്. ജാക്സൺ നീ ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ചരിത്രം തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നീട് ജാക്സൺ ആണെങ്കിൽ അവന്റെ മനസ്സിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മറ്റൊരു ഗാലക്സിയിൽ ഒരു കൂട്ടം ഏലിയൻസുകൾ അവർ കൂട്ടമായിട്ട് തന്നെ താമസിച്ചിരുന്നു. പക്ഷേ അവിടെ വലിയൊരു നാശം വന്ന സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെട്ട കുറച്ച് ഏലിയൻസ് അവരവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ലോകത്തിന്റെ അങ്ങ് തൊട്ട് ഇങ്ങ് വരെ സഞ്ചരിച്ചു. അതിനിടയിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയെ അവർ കണ്ടെത്തി. ഭൂമിയിലെ മനുഷ്യരെ അവർ കണ്ടെത്തി. പിന്നീട് ഈജിപ്തുകാരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഇവര് ഭൂമിയിലേക്ക് വന്നിട്ട് അവിടെ നിന്നും ഒരു മനുഷ്യനെ ഇവർ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആ മനുഷ്യന്റെ ശരീരത്തിൽ ചില പരീക്ഷണങ്ങൾ ഇവർ നടത്തി. എന്നിട്ട് ഈ ഒരു ഏലിയൻസ് ആ മനുഷ്യനായിട്ട് മാറി. പിന്നീട് ഈജിപ്തുകാരുടെ ദൈവമായിട്ടുള്ള അമൻഡ്രോയ് എന്ന പേരിൽ അവൻ അറിയപ്പെട്ടു. ഈജിപ്തുകാരെല്ലാവരും അമൻഡ്രോയെ ഒരു ദൈവമായിട്ട് കരുതി. എന്നാൽ അവന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു പ്രത്യേകതരം മെറ്റലുണ്ട്. പക്ഷേ അത് ഭൂമിയിൽ കിട്ടില്ല, ഈ ഒരു ഗ്രഹത്തിലേക്ക് ഇട്ടു. അതുകൊണ്ട് മനുഷ്യർക്ക് ഭൂമിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി അവർ അന്ന് ഉണ്ടാക്കി വെച്ചതാണ് ആ ഒരു സ്റ്റാർ ഗേറ്റ്. അതിലൂടെ കുറേയധികം മനുഷ്യരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അടിമപ്പണി ചെയ്യിപ്പിച്ചു. അപ്പൊ ആ ഒരു മനുഷ്യരുടെ തലമുറയിൽപ്പെട്ടവരാണ് നമ്മളിപ്പോ കാണുന്ന ഈ ഒരു കൂട്ടം മനുഷ്യര്. പക്ഷെ പോകെ പോകെ ഭൂമിയിലെ മനുഷ്യരുടെ ബുദ്ധി അത് വളരാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഈ അമൻഡ്രോയ് എന്ന് പറയുന്നത് അത് ദൈവമൊന്നുമല്ല, വെറും ഒരു കള്ളനാണ്. പിന്നീട് ജനങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ അമൻഡ്രോയ് എന്ന് പറയുന്ന ആ ഏലിയനെ അവിടെ നിന്ന് മോട്ടിച്ചു വിട്ടു. ഇപ്പൊ ഭൂമിയിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അമൻഡ്രോയ് എന്ന് പറയുന്ന ആ ഏലിയനാണെങ്കിൽ നേരെ ഈ ഒരു ഗ്രഹത്തിലേക്ക് വന്നു. ഇവിടെ സ്ഥിരതാമസമാക്കി. മാത്രമല്ല അവന്റെ ജീവൻ നിലനിർത്താനായിട്ട് ആ ഒരു പ്രത്യേകതരം മെറ്റൽ ആവശ്യമാണല്ലോ. അത് ഖനനം ചെയ്യാൻ വേണ്ടി കുറെ അധികം പാവപ്പെട്ട മനുഷ്യരെ അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അടിമപ്പണി ചെയ്യിപ്പിച്ചു. ഇപ്പോഴും ഈ മനുഷ്യർ വിശ്വസിക്കുന്നത് അമൻഡ്രോയ് എന്നത് അവരുടെ ദൈവമാണെന്നാണ്. ഭൂമിയിലെ മനുഷ്യർക്ക് മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് എഴുതാനും വായിക്കാനും വിദ്യാഭ്യാസം ലഭിച്ചതുകൊണ്ടാണ്. എന്നാൽ ആ ഒരു രീതിയിൽ ഒരു കാര്യവും ഈ കൂട്ടക്കാര് അറിയാൻ പാടില്ല എന്നതുകൊണ്ട് ഇവരിവിടെ എഴുത്തും വായനയൊക്കെ പഠിക്കുന്നത് അത് ഭയങ്കരമായിട്ടുള്ള കുറ്റവും അതുപോലെ തന്നെ ശിക്ഷയും ലഭിക്കാവുന്ന കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ജാക്കിനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയത്താണ് ജാക്കിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ രണ്ടുപേരും വിളിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ ഇവര് സ്റ്റാർ ഗേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിന്റെ അടുത്തായിട്ട് ഒരു വസ്തു ഉണ്ടായിരുന്നല്ലോ, ഒരു വലിയ വട്ടത്തിലുള്ള ഒരു ഫലകം. അതുപോലെ ഒന്ന് അവരിവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജാക്സൺ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് അത് വിശദമായിട്ട് വായിക്കുകയാണ്. അങ്ങനെ വായിച്ച സമയത്ത് അതിലാണെങ്കിൽ ആ ആറ് ചിഹ്നങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏഴാമത്തെ ആ ഒരു ചിഹ്നം അതിന്റെ അടിഭാഗത്തായിരുന്നു. മാത്രമല്ല കാലപ്പഴക്കം കാരണം അതാണെങ്കിൽ നശിച്ചു പോയിട്ടുമുണ്ട്. ഇപ്പൊ ജാക്സൺ പറയാണ്, ഏഴാമത്തെ ആ ഒരു ചിഹ്നമില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ഇപ്പൊ ജാക്സനും ബാക്കിയുള്ള പട്ടാളക്കാരും കൂടെ ഇവരിങ്ങോട്ടേക്ക് വന്ന് ആ സ്റ്റാർ ഗേറ്റ് ഉള്ള ആ ഒരു പിരമിഡ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വരുവാണ്. പക്ഷെ അവര് അങ്ങോട്ടേക്ക് വന്ന സമയത്ത് മറ്റൊരു കാര്യം കണ്ട് ഇവർ അത്ഭുതപ്പെടുകയാണ് കേട്ടോ. അതായത് ഒരു പിരമിഡിന്റെ മുകളിലായിട്ട് മറ്റൊരു പിരമിഡ്. പക്ഷേ ആ ഒരു പിരമിഡ് കാണാനാണെങ്കിൽ ഒരു മിഷൻ പോലെ ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളിലാണെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് വന്ന ജാക്സനും ഇവർ രണ്ടുപേരും ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും ചെന്നായിടത്തിലുള്ള എന്തോ ഒരു രൂപം അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെല്ലാവരെയും ഷോക്ക് അടുപ്പിച്ച് ബോധം കെടുത്തിയ ശേഷം അവിടെ നിന്നും എടുത്തോണ്ട് പോവാണ്. അതുപോലെ തന്നെ ജാക്സനും ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഇവരുടെ പിന്നാലെ തന്നെ ആ ട്രൈബ്സിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരും ഈ ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇപ്പോ രക്ഷപ്പെട്ട ജാക്സനും അവര് നേരെ ചെല്ലുന്നത് ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു സ്റ്റാർ ഗേറ്റ് ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്കാണ്. മാത്രമല്ല ജാക്ക് ആണെങ്കിൽ ഇവരാരും അറിയാതെ പെട്ടിയിലായിട്ട് ഒരു സാധനം അവിടെ സൂക്ഷിച്ചിരുന്നില്ലേ, അതിപ്പോ നിലവില് അവിടെ കാണാനില്ല. അതുപോലെ തന്നെ മുകളിലായിട്ട് മിഷ്യൻ പോലത്തെ ഒരു പിരമിഡ് വന്നു നിന്നു പറഞ്ഞില്ലേ, അതിന്റെ ഉള്ളിൽ നിന്നും വൃത്താകൃതിയിലുള്ള കുറച്ച് റിങ്ങുകൾ വന്ന് കുത്തനെ നിൽക്കുവാണ്. അതായത് ഇതിന്റെ ഉള്ളിലേക്ക് വന്നു നിന്ന് കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പിരമിഡ് പോലത്തെ ആ ഒരു സ്പേസ്ഷിപ്പിന്റെ ഉള്ളിലേക്ക് ചെന്നെത്താൻ കഴിയും. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു മിഷനാണിത്. ഇപ്പോ അതിലൂടെ താഴേക്ക് അനൂബിസ് അതുപോലത്തെ മുഖംമൂടി ധരിച്ച് കുറേയധികം ജീവികൾ, മനുഷ്യരാണോ മൃഗമാണോ
എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവരിപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ട് ജാക്കും ജാക്സനും കൂട്ടിയിട്ട് നേരെ ഏലിയൻസിന്റെ ആ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് പോവാണ്. മനുഷ്യനേക്കാൾ എത്രയോ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികളാണ് ആ ഒരു സ്പേസ് ഷിപ്പിന്റെ അകത്തുള്ളത്. ഇപ്പോ ഇവരുടെ അടുത്തേക്ക് അമൻറോയ് എന്ന് പറയുന്ന ഈജിപ്തുകാരുടെ പഴയൊരു ദൈവമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ മനുഷ്യരൂപത്തിലുള്ള ഏലിയൻ, അതിപ്പോ വരികയാണ്. എന്നിട്ട് ഈ ജാക്കിനോട് പറയാണ്, എന്റെ ഈ ഒരു ലോകം നശിപ്പിക്കാനായിട്ട് നീ കൊണ്ടുവന്ന ആ ഒരു സാധനം ദാന്ന് പറഞ്ഞിട്ട് ജാക്ക് രഹസ്യമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഡിവൈസ് കാണിക്കുകയാണ്. അതൊരു ന്യൂക്ലിയർ ബോംബായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജാക്സനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോ മനുഷ്യരൂപത്തിലുള്ള ഏലിയൻ ആയിട്ടുള്ള ആ ഒരു അമൻറോ അവൻ പറയാണ്, എന്നെ നശിപ്പിക്കുന്നത് നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ ഇവരെല്ലാം ഇട്ടിരിക്കുന്ന ചെന്നായ പോലത്തെ ആ ഒരു മുഖംമൂടി ഉണ്ടല്ലോ, അതെല്ലാം ടെക്നോളജിയാണ്. ഇവിടുത്തെ ജനങ്ങളെ ഭയപ്പെടുത്താനും ഞങ്ങളെല്ലാം ദൈവങ്ങളാണ്, ദൈവത്തിന്റെ അംശങ്ങളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കി വെച്ച ഒരു മുഖംമൂടി മാത്രമാണിത്. എന്തായാലും ഒരവസരം കിട്ടിയ സമയത്ത് ഈ ജാക്സൺ ആണെങ്കിൽ അവരുടെ ആ ഒരു ആയുധം വെച്ചിട്ട് ഈ അമൻറോയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റിയില്ല. ഇതേ സമയം അമൻറോയുടെ ആളുകളാണെങ്കിൽ ജാക്കിനെ വെടിവെക്കാൻ നിൽക്കുന്ന സമയത്ത് ജാക്സൺ ആണെങ്കിൽ ജാക്കിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചാടി വീഴുവാണ്. അപ്പൊ ആ ഒരു വെടി ജാക്സൺ ഏക്കുവാണ്, അവനവിടെ മരിച്ചു വീഴാണ്. മാത്രമല്ല ജാക്കിനെ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് കൊണ്ടിടുന്നുണ്ട്. അതിലാണെങ്കിൽ ഒരു പ്രത്യേകതരം വെള്ളമായിരുന്നു. മാത്രമല്ല ജാക്കിന്റെ ബാക്കിയുള്ള പട്ടാളക്കാരും അതിലുണ്ടായിരുന്നു. ഇതേ സമയത്ത് ജാക്കിനെയും ജാക്സനെയും പിന്തുടർന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് ട്രൈബ്സ് വന്നെന്ന് പറഞ്ഞില്ലേ, അവർക്കാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കൂടാരത്തിൽ വെച്ചുകൊണ്ട് ഇവരുടെ ആ ഒരു ഗണ്ണും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇതേ സമയത്ത് ആ ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ അതിന്റെ അകത്തു നിന്നും കുറച്ച് ഡ്രോണുകൾ പുറത്തേക്ക് വന്നിട്ട് നേരെ ആ ഒരു ട്രൈബ്സിന്റെ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ മുഴുവനും വെടിവെച്ച് നശിപ്പിക്കുകയാണ്. ഇപ്പൊ ആ ഒരു നേതാവ് വന്ന് നോക്കുമ്പോൾ ആ ഒരു സ്ഥലമാകെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നത് കാണുവാണ്. അതായത് ഇവരിങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അമൻറോ ആണെങ്കിൽ അവരൊന്ന് പേടിപ്പിച്ചു വെക്കും. അതുപോലെ തന്നെ നമ്മുടെ ജാക്സൺ ഉണ്ടല്ലോ, അവനാണെങ്കിൽ കുറച്ചു മുന്നേ വെടിയേറ്റ് മരിച്ചിരുന്നതല്ലേ. ഇപ്പൊ അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീനിൽ നിന്നും എഴുന്നേക്കുവാണ്. അങ്ങോട്ടേക്ക് അമൻറോ വരുന്നുണ്ട്. ഇപ്പൊ ജാക്സൺ ചോദിക്കാണ്, അല്ല ഞാൻ മരിച്ചതല്ലേ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്? ഇപ്പോ അമൻറോ എന്ന് പറയുന്ന ആ ഒരു ഏലിയൻ പറയാണ്, നിങ്ങൾ മനുഷ്യരുടെ ശരീരമുണ്ടല്ലോ ശരിയാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മനുഷ്യരുടെ ശരീരം ഞാൻ എന്റെ ശരീരമായിട്ട് സ്വീകരിച്ചത്. അതായത് സിനിമയുടെ തുടക്കത്തിൽ ഒരു ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പിലേക്ക് ഒരു യുവാവിനെ വലിച്ചെടുക്കുന്നതായിട്ട് കാണിച്ചില്ലേ, അവന്റെ ശരീരം മാത്രമാണിത്. ഉള്ളിലുള്ളത് ആ ഒരു ഏലിയനാണ്. അവരന്ന് ഉപയോഗിച്ച് അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ജാക്സനെ മരണത്തിൽ നിന്നും അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് വ്യക്തമായിട്ടുള്ള കാരണവുമുണ്ട്. അതുപോലെ തന്നെ ഈ അമൻറോയ് ജാക്കിനോട്ട് കൊണ്ടുവന്ന ആ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടല്ലോ, അത് ആ സ്റ്റാർ ഗേറ്റിലൂടെ നേരെ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ ഈ ഗ്രഹത്തിലുള്ള കുറച്ച് മെറ്റീരിയൽസ് കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ബോംബ് എങ്ങനെയാണ് പൊട്ടുന്നത്, അതിന്റെ 100 മടങ്ങ് ശക്തിയിൽ നേരെ ഭൂമിയിൽ പോയിട്ട് പൊട്ടും. ഒരുവിധമുള്ള എല്ലാ ജീവജാലങ്ങളും അതോടെ ഇല്ലാതെയാവും. അത് വലിയൊരു ആപത്ത് തന്നെയായിരിക്കും. ഭൂമിയുടെ താളം തന്നെ അത് തെറ്റിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളിലും മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവരെ ഭയപ്പെടുത്താനായിട്ട്, അവരെ അമൻറോയുടെ കീഴിൽ നിർത്താനായിട്ട് ജാക്സൺ, നീ നിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെല്ലാം കൊന്നുകളഞ്ഞ് ആ ഗ്രാമത്തിലേക്ക് ചെന്ന് അമൻറോയെ പറ്റി പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തണം അവരെല്ലാവരെയും. ഇത് സമ്മതമാണെങ്കിൽ ഇനിയും നിനക്ക് ജീവനോടെ ഇരിക്കാം. പക്ഷേ കഥ എങ്ങനെയായിരുന്നോ, അല്ല ആരാണ് ഈ അമൻറോയ്, എന്താണ് അവന്റെ ഉദ്ദേശം, അവൻ എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ ഈ ജാക്സൺ ആണെങ്കിൽ അവൻ അന്ന് പരിചയപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടല്ലോ റെനി, അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റെനി ആണെങ്കിൽ അവൾക്ക് മനസ്സിലായ എല്ലാ സത്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന നേതാവിനോടും ആ നാട്ടുകാരോടും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അടിമകളായിട്ട് ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവർക്ക് മുമ്പേ തന്നെ ആ പട്ടാളക്കാരുടെ കൂടാരത്തിൽ നിന്നും കുറച്ച് ഗണ്ണുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഇതെല്ലാം ഡ്രസ്സിന്റെ ഇടയിൽ ഒളിപ്പിച്ചുകൊണ്ട് നേരെ ആ ഒരു പിരമിഡിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ സ്റ്റാർ ഗേറ്റിലൂടെ ഇങ്ങോട്ടേക്ക് വന്ന പട്ടാളക്കാരെയെല്ലാം നേരത്തെ നിർത്തി കൊന്നു കളയാൻ പോവാണ് ഈ അമൻറോയ്. അതേ സമയത്ത് തന്നെ ഈ ട്രൈബ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളാണെങ്കിൽ ജാക്സന് സിഗ്നൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ജാക്സന് കാര്യം മനസ്സിലായി. അവനാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ആയുധവുമായിട്ട് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് വെടിവെക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഈ ട്രൈബ്സ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ബഹളമുണ്ടാക്കി അവിടെ ആകെ പ്രശ്നമാവുകയാണ്. അതേ സമയത്ത് തന്നെ അവിടെ നല്ല പൊടിക്കാറ്റും വീശുന്നുണ്ട്. ഈ ഏലിയൻസിനാണെങ്കിൽ പൊടിക്കാറ്റിനെ എങ്ങനെ തടയണം എന്ന് വലിയ പിടുത്തമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ കുറേയധികം കാലങ്ങളായിട്ട് താമസിക്കുന്ന ആ ഒരു മനുഷ്യരാണെങ്കിൽ ഈ ഒരു പൊടിക്കാറ്റിനെ സിമ്പിളായിട്ട് തന്നെ അതിജീവിക്കുകയാണ്. ഇപ്പൊ ജാക്കിനെയും ജാക്സനെയും ബാക്കിയുള്ള പട്ടാളക്കാരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരാണെങ്കിൽ അവരുടെ താവളത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് ഈ ജാക്സൺ ആണെങ്കിൽ ജാക്കിനോട് ചോദിക്കാണ്, എന്തിനാണ് ആ ഒരു ന്യൂക്ലിയർ ബോംബ് ഭൂമിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ബാക്കിയുള്ള പട്ടാളക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാമെന്ന് അവൻ ചോദിച്ച സമയത്ത് ബാക്കിയുള്ള പട്ടാളക്കാർക്കാണെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരു വകുപ്പും അറിയത്തില്ല. അപ്പൊ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാക്ക് എന്തിനാണ് ആ ഒരു ന്യൂക്ലിയർ ബോംബ് എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കിട്ടിയ നിർദ്ദേശം അത്
അങ്ങനെയായിരുന്നു. അഥവാ ഈ ഒരു ഗേറ്റ് കടന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ആപത്തായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അത് ഭൂമിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ന്യൂക്ലിയർ ബോംബ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അന്ന് കിട്ടിയ ആ ഓർഡർ അനുസരിച്ച് ഞാനാണെങ്കിൽ ഈ ഒരു ന്യൂക്ലിയർ ബോംബ് ആക്റ്റീവ് ആക്കാൻ പോവാണെന്ന് ജാക്ക് പറയാണ്. ഇതേ സമയത്ത് തന്നെ ജാക്സൺ പറയാണ്, ആ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ, അതുള്ളത് അമൻഡ്രോയുടെ കയ്യിലല്ലേ. മാത്രമല്ല ഈ അമൻഡ്രോയുടെ ആൾക്കാരാണെങ്കിൽ അതിനെന്തൊക്കെയോ ചില മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അമൻഡ്രോയുടെ പട്ടാളക്കാർ അങ്ങോട്ടേക്ക് വന്ന് നിന്ന സമയത്ത് അമൻഡ്രോ ചോദിക്കാണ് എവിടെ അവരെ കിട്ടിയോ. എന്നാൽ ആ പൊടിക്കാറ്റിൽ പെട്ട് പോയത് കൊണ്ട് തന്നെ അമൻഡ്രോയുടെ പട്ടാളക്കാർക്കാണെങ്കിൽ ജാക്കിനെയും ജാക്സനെയും പിടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോ പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അമൻഡ്രോ സ്വന്തം പട്ടാളക്കാരെ ശിക്ഷ എന്ന രീതിയിൽ അതിക്രൂരമായിട്ട് കൊന്നുകളയാണ്. ഇതേ സമയം ജാക്സനെ നോക്കുവാണെങ്കിൽ അവൻ ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. അതായത് ആ സ്റ്റാർ ഗേറ്റ് ആക്റ്റീവ് ചെയ്യാനുള്ള 7ാമത്തെ ചിഹ്നത്തെക്കുറിച്ച്. അത് കിട്ടിയാൽ മാത്രമേ ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്ന കാര്യത്തെപ്പറ്റി ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയുള്ളൂ. അങ്ങനെ ഈ റെന്നിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ട്രൈബ്സിൽപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ ചുമരിൽ എന്തോ ഒരു ചിത്രം വരയ്ക്കുന്നത് ഈ ജാക്സൺ കാണുവാണ്. പതിയെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അത് വിശദമായിട്ട് വായിച്ചപ്പോൾ ജാക്സൺ ഒരു കാര്യം മനസ്സിലായി. ഇത് തന്നെയാണ് ആ ഒരു ചിഹ്നം, ഇതിൽ ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി. ഇപ്പോ വളരെയധികം സന്തോഷത്തോടുകൂടി ജാക്സൺ ആണെങ്കിൽ ബാക്കിയുള്ള പട്ടാളക്കാരോട് പറയാണ്, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരുന്നോളൂ. മാത്രമല്ല ഈ അമൻഡ്രോയ്ക്ക് വേണ്ടിയിട്ട് മെറ്റലെടുക്കുന്ന ആ ഒരു ഗനിയുണ്ടല്ലോ, അവിടെ തന്നെ ഈ ചെന്നായുടെ തലയുള്ള കുറേയധികം കാവൽക്കാരുണ്ടല്ലോ. അപ്പൊ അവിടെ നല്ല രീതിയിൽ തന്നെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാവ മനുഷ്യരെ കൊണ്ട്. ഇപ്പൊ വിശ്രമമില്ലാതെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യരെ കൊണ്ട് തന്നെ കൽപ്പണിയും ചെയ്യിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരെ അടിക്കുന്നുമുണ്ട്. അപ്പൊ ആ ട്രൈബ്സിന്റെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഗണ്ണെടുത്ത് ഈ ചെന്നായുടെ തലയുള്ള ആളെ ആക്രമിക്കുകയാണ്. ഇപ്പൊ അയാളാണെങ്കിൽ മുകളിൽ നിന്നും താഴേക്ക് വീണ് അവിടെ വെച്ച് തന്നെ വടിയാവാണ്. ഇപ്പൊ ജാക്സൺ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരോട് പറയാണ്, നിങ്ങൾ ഇത്രയും നാളും ദൈവങ്ങളാണ്, ഭൂതങ്ങളാണ്, അല്ലെങ്കിൽ മറ്റെന്തോ ശക്തിയാണ് എന്ന് വിചാരിച്ച ഈ രൂപങ്ങളുണ്ടല്ലോ, ഇതെല്ലാം വെറും ഒരു ഡമ്മികളാണ്. ഇതും പറഞ്ഞിട്ട് ഒരു സ്വിച്ച് നീക്കിയ സമയത്ത് ആ ചെന്നായുടെ തല മാറിയിട്ട് അത് നേരെ മനുഷ്യന്റെ രൂപത്തിലേക്ക് വരുവാണ്. ഇത് കണ്ടപ്പോ ഇവർക്ക് അത്ഭുതം തോന്നുവാണ്. ഇത്രയും നാളും തങ്ങൾ പേടിച്ചത് ആരാധിച്ചത് വെറും ഒരു മനുഷ്യരെയായിരുന്നോ. ഇപ്പോ അമൻഡ്രോയെ നോക്കുവാണെങ്കിൽ അവനാണെങ്കിൽ ആ ഒരു ബോംബിൽ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അത് നേരെ ആ ഒരു സ്റ്റാർ ഗേറ്റിനടുത്തേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ജാക്കും ജാക്സനും ബാക്കിയുള്ള പട്ടാളക്കാരും ഒക്കെ വേഷം മാറിയിട്ട് നേരെ ഇവർ വന്നിറങ്ങിയ ആ ഒരു പിരമിഡ് ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് വരുവാണ്. അവിടെ തന്നെ കാവൽക്കാരുമുണ്ട്. ഇപ്പൊ വന്നത് സാധാരണ ട്രൈബ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഈ കാവൽക്കാരാണെങ്കിൽ വലിയ തയ്യാറെടുപ്പൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ജാക്കും ജാക്സനും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവർ ആക്രമിക്കുകയാണ് കേട്ടോ. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഈ കാവൽക്കാർക്കാണെങ്കിൽ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അറ്റാക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാന കവാടങ്ങളെല്ലാം അടഞ്ഞു പോവാണ്. അങ്ങനെ അടഞ്ഞതുകൊണ്ട് തന്നെ ജാക്കിനും ജാക്സനും പിന്നെ റെന്നിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ നേരെ ജാക്സൺ ആണെങ്കിൽ ആ ഒരു സ്റ്റാർ ഗേറ്റ് ഇല്ല അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ തന്നെ ആ ഒരു ന്യൂക്ലിയർ ബോംബ് ആക്റ്റീവ് ആക്കി വെച്ചിട്ടുമുണ്ടായിരുന്നു. അധിക സമയമൊന്നുമില്ല ഇത് പൊട്ടാൻ വേണ്ടിയിട്ട്. ഇനി രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് പറയുന്നത് ഇതിനെ എത്രയും പെട്ടെന്ന് ദൂരേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇതിനെ ഡീആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. പക്ഷെ ഡീആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് അതത്ര എളുപ്പമല്ലെന്നല്ല, അത് നടക്കത്തില്ല. ഇപ്പോ അമൻഡ്രോയുടെ പട്ടാളക്കാരാണെങ്കിൽ ഇവരെ വെടിവെക്കുകയാണ്. പക്ഷേ ആ ഒരു വെടി ഏറ്റുവാങ്ങിയത് റെന്നിയായിരുന്നു. അവൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവാണ്. മാത്രമല്ല പുറത്തുണ്ടായിരുന്ന കുറച്ച് ട്രൈബ്സ് ഉണ്ടല്ലോ, ഇവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർക്ക് ഉള്ളിലൊരു ഭയമുണ്ട്. അതായത് ഇത്രയും നാളും ഭയത്തോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ നോക്കിയവരോടാണ് യുദ്ധം ചെയ്യുന്നത്. ഇപ്പോ ജാക്സൺ ഒരു ഐഡിയ തോന്നുവാണ്. അതായത് റെന്നിയെ ആ ഒരു മെഷീനിൽ കൊണ്ടുപോയി കടത്തി കഴിഞ്ഞാൽ ഉറപ്പായും അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടും. ഇപ്പൊ ജാക്സൺ ആണെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാണ്. ഇപ്പോ ചെന്നായുടെ തലയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ജാക്സനെ ആക്രമിക്കുകയാണ്. അതായത് ഒരു വൃത്താകൃതിയിലുള്ള ലിഫ്റ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലൂടെ വന്ന് അതിന് നേരിട്ട് എഞ്ചിനുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവത്തില്ല. അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് അതിന്. ഇത് കണ്ടപ്പോൾ ജാക്സൺ ആണെങ്കിൽ റെന്നിയുടെ ശരീരം എടുത്തുകൊണ്ട് നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു സ്പേസ്ഷിപ്പിലേക്ക് എത്തി. എന്നിട്ട് ആ ഒരു മിഷൻ കണ്ടുപിടിച്ച് അതിലേക്ക് റെന്നിയെ കടത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അവളുടെ ജീവൻ തിരികെ കിട്ടി. ഇപ്പൊ താഴെ നോക്കുവാണെങ്കിൽ ആ ട്രൈബ്സും പിന്നെ അമൻഡ്രോയുടെ ആ കാവൽക്കാരും തമ്മിലുള്ള യുദ്ധത്തിൽ അമൻഡ്രോയുടെ കാവൽക്കാർ തന്നെ ജയിക്കണം കേട്ടോ. കാരണം പേടി കൊണ്ടേ. എന്നാൽ ഈ ട്രൈബ്സിന്റെ നേതാവുണ്ടല്ലോ, അയാളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സകലമാന ആളുകളെയും കൂട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഇനി പേടിയുടെ പരിപാടിയില്ല, എല്ലാം തകർത്ത് കളയാ. ഇനി ഇവരാരുടെ അടിമകളല്ല, ഇനി ആരുടെ കീഴിൽ നിൽക്കുകയും വേണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുവാണ്. മാത്രമല്ല ജാക്കാണെങ്കിൽ ഒരു ചെന്നായുടെ തലയുള്ള ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. ഇതേ സമയം പിരമിഡ് പോലത്തെ ഏലിയൻസിന്റെ ആ ഒരു സ്പേസ്ഷിപ്പ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കാണിക്കാണ്. ഇപ്പൊ ജാക്സൺ എങ്ങനെയൊക്കെ പാടുപെട്ടിട്ട് ആ മിഷൻ ഉപയോഗിച്ചുകൊണ്ട് റെന്നിയുടെ ആ ഒരു ജീവൻ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അമൻഡ്രോ വരുവാണ്. അവരെ തടയാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും
അപ്പോഴേക്കും ലിഫ്റ്റ് പോലത്തെ ആ മിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവരാണെങ്കിൽ താഴേക്ക് ഇറങ്ങാണ് കേട്ടോ. മാത്രമല്ല ഈ അമൻഡ്രോയ് ഇയാൾ നോക്കുന്ന സമയത്ത് ഇയാൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ മനുഷ്യരാണെങ്കിൽ പേടിയെല്ലാം മാറ്റിയിട്ട് ആ പിരമിഡെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ അമൻഡ്രോയ് ഒന്നും നോക്കിയില്ല. പിരമിഡ് പോലത്തെ ആ സ്പേസ്ഷിപ്പ് ഉണ്ടല്ലോ, ഒറ്റ പൊക്കലാണ് മുകളിലേക്ക്, ആർക്കും തൊടാൻ പറ്റാത്തത്ര ഉയരത്തിലേക്ക്. ഇപ്പൊ ജാക്ക് നോക്കുന്ന സമയത്ത് ആ ന്യൂക്ലിയർ ബോംബാണെങ്കിൽ ഇനി പൊട്ടാൻ വേണ്ടി സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതേ സമയത്താണ് ജാക്സന് ഒരു ഐഡിയ തോന്നുന്നത്. അതായത് ജാക്സൺ റെന്നെയും കൂട്ടിയിട്ട് ലിഫ്റ്റ് പോലത്തെ ആ മിഷനിലൂടെ ഇങ്ങോട്ടേക്ക് വന്നില്ലേ, അതിനെ വീണ്ടും ഒന്ന് ആക്റ്റീവ് ആക്കിയാൽ മതി. അത് ആക്റ്റീവ് ആക്കാനുള്ള സാധനം അത് ഇവിടെ തന്നെ ഉണ്ട്. ജാക്ക് നേരത്തെ കൊന്ന് ചെന്നായുടെ മുഖംമൂടിയുള്ള അയാളുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ ആ ഒരു മിഷൻ ആക്റ്റീവ് ആക്കുവാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഈ ന്യൂക്ലിയർ വെപ്പൺ എടുത്ത് വെക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഈ ലിഫ്റ്റ് ആണെങ്കിൽ ആകാശത്തുള്ള അമൻഡ്രോയുടെ ആ ഒരു സ്പേസ്ഷിപ്പിലേക്ക് വന്ന് എത്തുകയാണ്. പിന്നീട് അവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ശൂന്യാകാശത്ത് വെച്ച് തന്നെ ആ സ്പേസ്ഷിപ്പ് ചിതറിപ്പോവാണ്. അങ്ങനെ ഈ ഒരു മനുഷ്യക്കൂട്ടത്തെ ഇത്രയും നാളും അടിമകളെ പോലെ പണിയെടുപ്പിച്ച ആ ഒരു ഏലിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഇവരോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ജാക്സനും അവന്റെ പട്ടാളക്കാരും കൂടെ ആ ഒരു സ്റ്റാർ ഗേറ്റിലൂടെ നേരെ ഭൂമിയിലേക്ക് തന്നെ വരികയാണ്. എന്നാൽ നമ്മുടെ ജാക്സൺ വന്നില്ല കേട്ടോ. കാരണം അവിടെ തന്നെ അവനെ കൂട്ടായിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ റണ്ണിയെ തന്നെ. പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ജാക്സൺ ആണെങ്കിൽ ജാക്കിന്റെ കയ്യിൽ ഒരു സാധനം വെച്ചു കൊടുക്കുകയാണ്. ആ ഒരു മാലയില്ലേ, ലോക്കറ്റുള്ള ആ ഒരു മാല, അത് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതുമായിട്ട് നേരെ ആ സ്റ്റാർ ഗേറ്റിലൂടെ ഭൂമിയിലേക്ക് വരുവാണ്. ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല സിനിമകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വരാനിരിപ്പുണ്ട്. അതെല്ലാം കിട്ടാൻ വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബും ചെയ്തേക്കണേ. അപ്പോ പുതിയൊരു കഥയായിട്ട് വരുന്നവരേക്കും ഓക്കെ, ബായ്.